നെക്സ്റ്റ് സൂപ്പർവൈസ്ഡ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ലോജിസ്റ്റിക് റിഗ്രഷൻ. അപ്പോൾ എന്താണ് ലോജിസ്റ്റിക് റിഗ്രഷൻ? ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതമാണ്. അപ്പോൾ നമ്മൾ ലീനിയർ റിഗ്രഷൻ നേരത്തെ പഠിച്ചിരുന്നു. അപ്പോൾ ആ ഒരു അൽഗോരിതം എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കണ്ടിന്യൂസ് വാല്യൂസ് പ്രിഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതൊരു റിഗ്രഷൻ ടൈപ്പ് അൽഗോരിതമാണ്. അപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത് ഒരു ക്ലാസിഫിക്കേഷൻ ടൈപ്പ് അൽഗോരിതമാണ്. ഇവിടെ റിഗ്രഷൻ എന്നാണ് പേരെങ്കിലും ഇത് ക്ലാസിഫിക്കേഷൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ പ്രിഡിക്ഷൻ അല്ലെങ്കിൽ ഔട്ട്കം എന്ന് പറയുന്ന ഒരു ബൈനറി ഔട്ട്കം ആയിരിക്കും. 0 or 1 അല്ലെങ്കിൽ യെസ് ഓർ നോ ഇങ്ങനെയുള്ള ഔട്ട്പുട്ട്സ് ആയിരിക്കും ലോജിസ്റ്റിക് റിഗ്രഷൻ തരുന്നത്. അതായത് കാറ്റഗറിക്കൽ വാല്യൂസ് അല്ലെങ്കിൽ ക്ലാസ് ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, എല്ലാ മെഷീൻ ലേണിംഗ് അൽഗോരിതങ്ങളും ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു അൽഗോരിതത്തിൽ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് സിഗ്മോയിഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇവിടെ ലോജിസ്റ്റിക് റിഗ്രഷൻ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, സീറോസ് ആൻഡ് വൺസിൻ്റെ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും പ്രിഡിക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് പ്രോബബിലിറ്റിയാണ് ഇവിടെ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. ക്ലാസ് 1ലേക്ക് വരാനുള്ള സാധ്യത എത്രത്തോളം, അപ്പോൾ 0 to 1 വരെ റേഞ്ചിലുള്ള വാല്യൂസ് ആയിരിക്കും പ്രിഡിക്ഷൻ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കേസിലാണ് നമുക്ക് ത്രെഷോൾഡ് വാല്യൂ എന്നൊരു കോൺസെപ്റ്റ് ആവശ്യമായിട്ട് വരുന്നത്. അതായത് സീറോസ് ആൻഡ് വൺസിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും പ്രിഡിക്ഷൻ. അപ്പോൾ അതിലൊരു വാല്യൂ നമ്മൾ ത്രെഷോൾഡ് വാല്യൂ ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ, അതായത് 0.5 എന്ന് സെറ്റ് ചെയ്യുകയാണെങ്കിൽ 0.5ന് താഴെയുള്ള ആളുകളെ 0യിലേക്കും അതിന് മുകളിലുള്ള ആളുകളെ 1ലേക്കും അസൈൻ ചെയ്യാം എന്നിങ്ങനെയുള്ള ഒരു പ്രോബബിലിറ്റി പ്രിഡിക്ഷനാണ് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക് റിഗ്രഷനും ലീനിയർ റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കിയാൽ, ലീനിയർ റിഗ്രഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം മെഷർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നതിനെ ലീനിയർ റിഗ്രഷൻ എന്ന് പറയാം. അവിടെ കണ്ടിന്യൂസ് ക്വാണ്ടിറ്റിയാണ് നമ്മളിവിടെ മെഷർ ചെയ്യുന്നത്. അപ്പോൾ എന്തായിരിക്കും ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയുന്നത്? ആ ഒരു വെള്ളം എത്രത്തോളം ഹോട്ടാണ് അല്ലെങ്കിൽ എത്രത്തോളം കോൾഡാണ് എന്ന് പറയുന്നതിനെ നമുക്ക് ലോജിസ്റ്റിക് റിഗ്രഷൻ എന്ന് പറയാം. ഇവിടെ അത് ഹോട്ടാണോ അല്ലയോ എന്ന പ്രഡിക്ഷനാണ് നടക്കുന്നത്. അതായത് ഹോട്ട് ആണെങ്കിൽ 1 എന്നും അല്ലെങ്കിൽ 0 എന്നും നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ലോജിസ്റ്റിക് റിഗ്രഷനും ലീനിയർ റിഗ്രഷനും തമ്മിലുള്ള ഡിഫറൻസ് നമുക്കൊന്ന് നോക്കാം. അപ്പം ലോജിസ്റ്റിക് റിഗ്രഷനിൽ നമ്മുടെ പ്രഡിക്ഷൻ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞത് 0 and 1 ഇതായിരിക്കും പ്രഡിക്ഷൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് ഒബിസിറ്റി ഉള്ള ആളുകളെയും ഒബിസിറ്റി ഇല്ലാത്തവരെയും കാറ്റഗറൈസ് ചെയ്യലാണ്. അപ്പോൾ ഇത് നമ്മൾ ലീനിയർ റിഗ്രഷനിൽ ചെയ്യുമ്പോൾ ഇവിടെ 0 and 1 ഇതായിരിക്കും വൈയിൽ വരുന്നത്. എക്സിൽ ഹൈറ്റിനെ ബേസ് ചെയ്തും വൈയിൽ വെയിറ്റിനെ ബേസ് ചെയ്തും നോക്കുകയാണെങ്കിൽ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടുന്നു. അതാണല്ലോ നമ്മൾ ലീനിയർ റിഗ്രഷനിൽ ചെയ്തത്. അതായത് ഒരു ലീനിയർ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടും, നമുക്കറിയാം. അപ്പോൾ ഇവിടെ ലോജിസ്റ്റിക് റിഗ്രഷനിൽ നമ്മൾ ഒബിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. ലീനിയർ റിഗ്രഷൻ്റെ കേസിൽ നമ്മൾ നോക്കിയത് ഹൈറ്റ് എത്ര ക്വാണ്ടിറ്റി കൂടുന്നു, ഹൈറ്റ് എത്ര അളവിൽ കൂടുന്നു അത്രയും അളവിൽ വെയിറ്റും കൂടുന്നു, അല്ലെങ്കിൽ അതിന് ആ ഒരു ഹൈറ്റിനെ ബേസ് ചെയ്ത് വെയിറ്റും അതിനനുസരിച്ച് കൂടുന്നു. അപ്പോൾ നമുക്കതിനൊരു ലീനിയർ സ്ട്രെയിറ്റ് ലൈനിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതായത് വാല്യൂസ് ആണ് ഇവിടെ വൈയിൽ ഇങ്ങനെ നമ്മൾ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആ വാല്യൂസിനെ ബേസ് ചെയ്ത് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ക്ലാസിഫിക്കേഷൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒബിസിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ നമ്മളിവിടെ പ്രിഡിക്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ലീനിയർ റിഗ്രഷനിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലാസിഫിക്കേഷന് അത് നല്ല രീതിയിൽ പ്ലോട്ട് ആവില്ല. അതായത് നമ്മൾ ലൈൻ കണ്ടുപിടിക്കാൻ യൂസ് ചെയ്ത ഇക്വേഷൻ ഏതായിരുന്നു? y = mx+. അപ്പോൾ നമ്മളിവിടെ 0 and 1 വരെയുള്ള റേഞ്ചിലുള്ള വാല്യൂസ്. അപ്പം ഈ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ ത്രെഷോൾഡ് വാല്യൂ എന്നൊരു കോൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ത്രെഷോൾഡ് വാല്യൂ ഒരു 0.5 എന്ന് സെറ്റ് ചെയ്താൽ 0.5ന് എബവ് ഉള്ള എല്ലാവരെയും, എബവ് വരുന്ന എല്ലാ വാല്യൂസും
0.6, 0.7, 0.8 എല്ലാം 1 എന്ന ക്ലാസ്സിലേക്ക് വരാനുള്ള പ്രോബബിലിറ്റി.